കുറിച്ചൊക്കെ പിന്നീട് ഒരുപാട് ലേഖനങ്ങളിലൊക്കെ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു റെഫറൻസ് ഒരിക്കലും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ ദീർഘകാലം വളരെ ഇൻറ്റർമിറ്റൻ്റായിട്ട് കൊല്ലത്ത് തിരുവങ്കടം മുതലാളി നമ്മുടെ സുരേഷ് കുമാറിൻ്റെയും സനൽകുമാറിൻ്റെയൊക്കെ പ്രൊഡക്ഷന് ഒരുപാട് പിന്തുണച്ചിട്ടുള്ള, അവരെയൊക്കെ സിനിമാക്കാരാക്കുന്നതിൽ, അതുപോലെ തന്നെ ലാൽ സാറിൻ്റെ സിനിമ ചെയ്ത തിരുനോട്ടം ചെയ്ത അശോക് കുമാറേട്ടൻ, ഇവരെല്ലാം ഒരുപാട് അവരെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിച്ച ഒരു വലിയ ധനികനായ സിനിമയുടെ ഒരു വലിയ ആരാധകനും പ്രൊമോട്ടറുമായിരുന്നു അദ്ദേഹമാണ്. അവിടെ കൊല്ലത്ത് എൻ്റെ അച്ഛൻ്റെ ലോഡ്ജിൽ ശ്രീനേട്ടനെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതും മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സിനിമയുടെ രചനയുമായി ബന്ധപ്പെട്ട് വന്ന് താമസിച്ച കാലഘട്ടം, ഇതൊക്കെ ഒരുപക്ഷെ അവിടെ ചില സമയത്ത് ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യഥകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പല ദിവസങ്ങളിലും ചിലപ്പം ഭക്ഷണത്തിന് പോലും കാശ് എത്തിച്ച് കിട്ടാത്ത പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു വലിയൊരു ഹാഷ് പാസ്റ്റ് അദ്ദേഹത്തിനുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം നന്നായിട്ട് അറിയാവുന്നതാണ്. അവിടുന്ന് തുടങ്ങിയ ബന്ധം സിനിമയിലെത്തുമ്പോൾ എനിക്ക് ഒരു മുഴുനീള ചിത്രം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുവാൻ സാധ്യമായി വന്നത് ആനവാൽ മോതിരമാണ്. ഞാൻ ഒരിക്കലും ഒരു സിനിമയിലെ സഹനടൻ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സീനിയർ, മോസ്റ്റ് അഡ്മയറബിൾ സീനിയർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വിലയിരുത്തുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ എന്ന നിലയ്ക്ക്, അതിപ്പം മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ ആരാധിക്കുന്ന ഒരു തലത്തിലല്ല, കുറച്ചുകൂടി ഒരു അതിനൊരു തലം വേറെയാണ്. ശ്രീനിവാസൻ എന്ന് പറയുന്ന സിനിമ പ്രവർത്തകനെ ആരാധിക്കണമെങ്കിൽ അദ്ദേഹത്തിനായി ഒരു പ്രത്യേക തലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. ആദരവിലൂടെ നമ്മളത് നിലനിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം മലയാളിക്കുണ്ട്. ഇന്ന് അതുകൊണ്ട് തന്നെ ഈ വേർപാടെന്ന് പറയുന്നത് അതീവ ദുഃഖത്തിൽ മലയാളിയെ ആഴ്ത്തുന്ന ഒരു മുഹൂർത്തമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ആ കുടുംബത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെയും മക്കളുടെയും മരുമക്കളുടെയും എല്ലാം ദുഃഖത്തിൽ, ബന്ധുക്കളുടെ എല്ലാം ദുഃഖത്തിൽ കണ്ണീരോട് പങ്കുചേരുന്നു. മലയാളികളുടെ കണ്ണീരോടൊപ്പം ഞാൻ. നന്ദി. അദ്ദേഹത്തിൻ്റെ ഹാസ്യം, അദ്ദേഹത്തിൻ്റെ വിമർശനം, എഴുത്ത്, സിനിമ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിച്ചൊരു വലിയ പ്രതിഭയായിരുന്നു. ഈ ഹാസ്യം അല്ലെങ്കിൽ വിമർശനം പലപ്പോഴും അതിൻ്റെ ലിമിറ്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഏത് അളവിലാണ് അദ്ദേഹത്തെ ഏറ്റവും ഒന്നാമതായി ഓർക്കാൻ? എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഏതെങ്കിലും ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അതിർവരമ്പ് നമ്മൾ സൃഷ്ടിച്ച് ഇത് കടക്കരുത് എന്ന് അദ്ദേഹത്തോട് നിഷ്കർഷിക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? ഇപ്പോൾ പോളണ്ട് എന്ന് പറയുന്ന ഒരു പ്രയോഗം നമുക്കൊരു ഡിപ്ലോമാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ടേബിളിനോടുള്ള അപമര്യാദയായിട്ട് പോലും നമുക്ക് കണക്കാക്കാനൊക്കത്തില്ല അല്ലേ? അതൊരു സിമ്പലാണ്. ആ പോളണ്ട് എന്ന് പറയുന്ന ഒരു വാക്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തിനുള്ള താക്കീത് അദ്ദേഹത്തിന് ഒരൊറ്റ വാക്ക് പ്രയോഗത്തിലൂടെ നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ആ സിനിമയിൽ അത് ഒരു തവണയേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇന്ന് മലയാളികളും മലയാളികളെ അറിയുന്ന, മലയാളികളുടെ സിനിമയെ അറിയുന്നവരും ആ തത്വം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതൊരു അതിർവരമ്പ് ലംഘനമാണ്. നമുക്കങ്ങനെ കൽപ്പിക്കാനൊക്കത്തില്ല. കലാകാരൻ എപ്പോഴും അതിനുള്ള ഒരു ലൈസൻസ് ഉണ്ട് അല്ലേ? സത്യസന്ധമാകേണ്ടത് കലാകാരൻ്റെ ചുമതല തന്നെയാണ്.